മൈ പ്രൊഫഷണൽ ലൈഫ് കരിയർ അതെന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആങ്സൈറ്റി ഒപ്റ്റിമലിന് മേലെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെർഫോമൻസ് അത് ഡെറ്റോറേറ്റ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇന്നലത്തെ കാട്ടും ബെറ്റർ ആയിരിക്കണം എൻ്റെ ഇന്നത്തെ ലൈഫ് ഇൻ ഓൾവേസ്. സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകുന്ന അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് അത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ്. എഞ്ചിനീയറിംഗ് ഓർ ലൈക്ക് മെഡിസിൻ എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല രണ്ട് കോഴ്സ് എന്നാണ് പല പാരൻസും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തെറ്റായ കാര്യമാണ്. ബെറ്റർ പ്രൊഫഷണൽ ലൈഫ്, നല്ലൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഫഷണൽ ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം എ വെരി യങ് ഏജ്. നല്ല മാർക്സ് മേടിച്ച് ദെൻ വി ഹാവ് ടു ഗെറ്റ് ഇൻ എ ബെറ്റർ കോളേജ്, ദെൻ വി വിൽ ഗെറ്റ് പ്ലേസ്മെൻറ്റ്. നമ്മുടെ ഒരു ടീനേജ് ലാസ്റ്റ് ആ ഒരു ഇയറിൽ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആകുമ്പോഴാണ് പ്രൊഫഷണൽ ലൈഫ് നമ്മുടെ കുറച്ചുകൂടി ബെറ്റർ ആണ്. ആ സമയത്ത് നമ്മുടെ സോഷ്യൽ ലൈഫ് മിസ് ഔട്ട് ആവില്ലേ? ഫ്രണ്ട്സ് ആയിട്ടുള്ള ടൈം, ഫാമിലി ആയിട്ടുള്ള ടൈം, റിലേറ്റീവ്സ് ആയിട്ടുള്ള ടൈം, അതൊക്കെ മിസ് ഔട്ട് ആവില്ല. അപ്പോൾ ഈ സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും? അതായത് ഈ സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫിന് ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ് ആയിരിക്കില്ല എൻ്റെ സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ റീലിൽ കമ്പയർ ചെയ്യുന്നത് വി ഷുഡ് നെവർ കമ്പയർ. അല്ല, റീലിൽ കാണിക്കുന്ന ഒരു സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ് ആയിരിക്കില്ല. ഓരോ ആൾക്കാർക്കും ഇറ്റ് ഈസ് ലൈക്ക് യുണീക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരുമാണ്, നമുക്ക് പല മീൻസ് ഓഫ് ലൈക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലേ? കാറിൽ പോവാം, ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം, ഫ്ലൈറ്റിൽ പോവാം. അറ്റ് ദ എൻഡ് നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂർ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ കാറിൽ പോയി ഇറ്റ് മൈറ്റ് ടേക്ക് 10 hours, ഫ്ലൈറ്റിൽ പോയി ഇറ്റ് മൈറ്റ് ടേക്ക് 2 to 3 hours. പക്ഷേ ലൈക്ക് എയർപോർട്ട് ഇറങ്ങിയിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് ലൈക്ക് എന്താ പറയുക ബാംഗ്ലൂർ ടൗണിലേക്ക് എത്താനായിട്ട് നമുക്ക് ബ്ലോക്ക് എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ 10 hours എത്താം. പക്ഷേ അറ്റ് ദ എൻഡ് ഡെസ്റ്റിനി ഈസ് ദ സെയിം. സോ വി മൈറ്റ് ടേക്ക് 1 or 2 hours മോർ ഇൻ ഈച്ച് ഓഫ് ദ ആ ഒരു കൺവീനിയൻസ് ട്രാൻസ്പോർട്ട് മോഡ് മാറുമ്പോൾ 1-2 മണിക്കൂർ മാറും. ഇത് ഇത്രയാണ് സംഭവിക്കുള്ളൂ. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നത് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദയമായിട്ടിനോ ചിലപ്പോൾ പെട്ടെന്ന് ഒരു മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടും 2-3 കൊല്ലം മുന്നേ ഒരു ജോബ് കിട്ടുമായിരിക്കും. ഇവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ലൈക്ക് എന്താ പറയുക 2-3 വർഷം കഴിയും. പക്ഷേ അവർ ഇടയിൽ കുറച്ചും കൂടി ആ ഒരു സമയം അവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് ട്രെയിനിൻ്റെ കാഴ്ചകൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ 2 to 3 hours എക്സ്ട്രാ എടുത്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സോ നെവർ കമ്പയർ വിത്ത് എനിബഡി. അപ്പോൾ ആ കുട്ടി ആ ഒരു 2 to 3 hours എടുത്തിട്ടുണ്ടെങ്കിൽ ഹീ മൈറ്റ് ഹാവ് ഗെയിൻഡ് സം അതർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് അല്ലേ. പിന്നെ ഈ സോഷ്യൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്, സോ ഒരു പ്രൊഫഷൻ എടുത്താലാണ് നമ്മുടെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഈക്വലായി കൊണ്ടുപോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അതായത് ഞാൻ എങ്ങനെ ആ വർക്കിനെ കാണുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ലൈക്ക് എന്താണ് ഈ പറയുന്ന സോഷ്യൽ കണക്റ്റഡ്നെസ് അതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഈ പറയുന്ന റീലുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണത മാത്രമാണ്. ആൻഡ് എവ്രി കോഴ്സ്, ഈച്ച് കോഴ്സ് ഈസ് ഗുഡ്. ഒരു കോഴ്സും സുപ്പീരിയർ ഇൻഫീരിയർ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ എന്ന് പറയാനും പറ്റില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ ആ കോഴ്സ് എടുത്തിട്ട് നമ്മൾ ഹൗ വി പെർസീവ് ദാറ്റ്, അതിലാണ് കാര്യമുള്ളത്. ആൻഡ് നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. 10th കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് ഒരു ഡിഗ്രി പെർസ്യൂ ചെയ്തതിന് ശേഷം എന്ത് ഇനി അടുത്തത് ചെയ്യണം, ഫ്യൂച്ചർ മൈ പ്രൊഫഷണൽ ലൈഫ് കരിയർ അതെന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ, ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ആൻഡ് അത് ആ ബ്രേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10th കഴിഞ്ഞാലും 12th കഴിഞ്ഞാലും നമുക്ക് ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈം കിട്ടുന്നുണ്ട് പലപ്പോഴും അല്ലേ. ലൈക്ക് ഇപ്പോൾ 10th കഴിഞ്ഞ് ഒരു 2 to 3 months എനിക്ക് തോന്നുന്നു വെക്കേഷൻ കിട്ടുന്നുണ്ട്. സോ 12th കഴിഞ്ഞിട്ടാണെങ്കിലും ഐ തിങ്ക് ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈം ടു ഡിസൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ടേക്കിംഗ് എ ബ്രേക്ക് ഓഫ് മോർ ദാൻ ആൻ ഇയർ, ഒരു ഇയർ വേസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഫോർ സ്പെസിഫിക് പർപ്പസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഫോർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് മൈ പാത്ത് അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിട്ട് വരണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 months ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇനഫ്. പക്ഷേ ഇപ്പോൾ ചില കുട്ടികൾ പറയും ലൈക്ക് ഐ വാണ്ട് ടു ട്രൈ സംതിങ്, ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്, ഞാൻ 12th പോകുന്നില്ല, മീൻസ് 12th കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി പഠിക്കുന്നില്ല, ഐ വാണ്ട് ടു ട്രൈ മൈ ഓൺ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അപ്പോൾ ആ ഒരു 1 to 2 years ഐ ആം ഇൻവെസ്റ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ജസ്റ്റ് ഫോർ തിങ്കിങ് അല്ലെങ്കിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷന് വേണ്ടി എടുക്കാനായിട്ട് 1 year ബ്രേക്ക് എടുക്കുന്നത് എനിക്ക് ഉചിതമായിട്ട് തോന്നുന്നില്ല. സാറിൻ്റെ കാഴ്ചപ്പാടിൽ യങ്സ്റ്റേഴ്സിനെ ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്ന ഒരു ഹാബിറ്റ് എന്തായിരിക്കും? എനിക്കൊന്ന് ഈ ഒരു ജനറേഷനിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ എല്ലാവരും. സോ അത് കാരണം വി ഓൾ കമ്പയർ. സോ I wanted to tell one thing is like we should compare with ourselves.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് എഡ്യൂക്കേഷൻ. നമ്മുടെ ലൈഫിലെ സക്സസ് ഡിഫൈൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ആ ഡെഫിനേഷൻസ് ഒക്കെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇറ്റ്സ് അബൌട്ട് മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാർ എവിടെ എത്തി, അതിനെക്കാട്ടും മേലെ എത്തിയാലാണ് ഞാൻ സക്സസ് ആവുള്ളൂ എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് അൺനെസസറി ആയിട്ട് എല്ലാ സ്പിയറിന്നും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക്സ് മാത്രമല്ല എല്ലാ സ്പിയറിന്നും, ഈവൺ ഇഫ് ഇറ്റ്സ് ലൈക്ക് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എല്ലാ ഒരു കാര്യത്തിലും നമുക്ക് അൺനെസസറി അൺഡ്യൂ ആയിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്ലഷർ അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അൺഡ്യൂ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും ഹാപ്പിനെസ് നമുക്ക് കിട്ടില്ല. സോ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷന് സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. യു ഷുഡ് കമ്പയർ യുവർ സെൽഫ്. എന്നിട്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇന്നലത്തെ കാട്ടും ബെറ്റർ ആയിരിക്കണം എൻ്റെ ഇന്നത്തെ ലൈഫ് ഇൻ ഓൾ വേസ്. അതായത് അക്കാഡമിക്സ് ആയിരിക്കണം, ക്ലാസ്സിൽ പോകുന്നതായിരിക്കണം, ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ഇന്നത്തെ കാട്ടും ബെറ്റർ ആയിരിക്കണം ഇന്ന് എന്നും അത് മാത്രം ചിന്തിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഈ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകുന്ന അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് അത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? അതായത് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസോ സജഷൻസ് ഉണ്ടോ സാറിന്? ഈ സോഷ്യൽ മീഡിയയുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷന് വേണ്ടി നമ്മളിങ്ങനെ ഓടുമ്പോഴേ ഒരു പോയിന്റിൽ നമ്മൾ തളരും അല്ലേ? നമ്മളിങ്ങനെ സ്ട്രെസ് ഇങ്ങനെ ബിൽഡപ്പായി വരും. അപ്പോൾ നമ്മുടെ ഇൻഹറൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയില്ല, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് വരും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ് കൊണ്ട് ഓടുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന മൂഡ് ചേഞ്ചസ് വരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഈ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ട് വരാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് കൂടുമ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് യൂസിലോട്ട് ഇത് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒപ്റ്റിമൽ ആങ്സൈറ്റി ഫോർ ഒപ്റ്റിമൽ പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമിൻ്റെ സീസണാണ്, എക്സാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളോടും പറയുന്ന കാര്യം എക്സാമിന് പോകണമെങ്കിൽ ആങ്സൈറ്റി വേണം, ഒപ്റ്റിമൽ ആങ്സൈറ്റി ഫോർ ഒപ്റ്റിമൽ പെർഫോമൻസ്. അതുപോലെ തന്നെയാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒപ്റ്റിമലായിട്ടുള്ള ഒരു ആങ്സൈറ്റി വേണം. നിങ്ങളുടെ ആങ്സൈറ്റി ഒപ്റ്റിമലിന് മേലെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെർഫോമൻസ് അത് ഡെറ്റൂറേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ അതൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് പടപടപ്പ് കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ പെർഫോമൻസ് കുറയും. അതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് അതാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺഡ്യൂ ആയിട്ട് ആങ്സൈറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് സംവർ ഇത് നമ്മുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് വി ഷുഡ് റീഡിഫൈൻ അവർ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് റീഡിഫൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. സോ അതാ പറയുന്നത്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ അസസ് ചെയ്യണം. പിന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇഫ് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ്, അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണണം എന്നുള്ളതല്ല. യു ക്യാൻ ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്, യു ക്യാൻ ടോക്ക് ടു യുവർ സീനിയേഴ്സ്, യു ക്യാൻ ടോക്ക് ടു യുവർ കൊളീഗ്സ്. അല്ലെങ്കിൽ എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ദർ ആർ പീപ്പിൾ ടു ഹെൽപ്പ്. സോ വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ്. സോ ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ് ഇൻ ലൈഫ്. അതേപോലെ നമ്മൾ സ്കൂളിലും കോളേജിലും കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ 12th, നമ്മൾ 11th 12th ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് വരുന്നു. സ്കൂള് കൊടുക്കുന്നുണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രൊഫഷണൽസിനെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അവർക്ക് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് പോലെ പാരൻസിന് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സസ് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാരൻസിന് ഇപ്പോഴും പലപ്പോഴും പല പാരൻസിനും വളരെ ലൈക്ക് ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് ഓർ ലൈക്ക് മെഡിസിൻ എന്നുള്ളത് മാത്രമാണ് ലൈക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല 2 കോഴ്സ് എന്നാണ് പല പാരൻസും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈക്ക് എന്താ പറയുക ഐഡിയാസ് കുറേയും കൂടി വൈഡൻ ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കരിയർ ഗൈഡൻസിൻ്റെ അഗെയിൻ ഒരു കാര്യമുണ്ട്. നമ്മൾ കരിയർ ഗൈഡൻസ് ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികൾക്ക് എല്ലാവരും കൂടി ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് ലൈക്ക് വളരെ നല്ലതാണ്. അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ലൈക്ക് എന്താ പറയുക ഈ പറയുന്ന ഐഡിയാസ് വൈഡൻ ആവും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രം കരിയർ ഗൈഡൻസ് ലൈക്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഇപ്പോൾ കരിയർ ഗൈഡൻസ് ഒരു ക്ലാസ്സിൽ ഒരു സാർ വന്ന് ക്ലാസ് എടുക്കാൻ വന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഓറ ഉണ്ടായി, ആ ഒരു സ്പെസിഫിക് കോഴ്സിനെ കുറിച്ചൊരു ഓറ ഉണ്ടായി. പക്ഷേ ദാറ്റ് വിൽ നോട്ട് ബി റൈറ്റ് അല്ലേ? കരിയർ ഗൈഡൻസ് ഈസ് അഗെയിൻ ഇറ്റ് ഷുഡ് അവരത് തിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. സോ കരിയർ ഗൈഡൻസ് കൊണ്ട് മാത്രം നമുക്കൊരു പിൻ പോയിന്റ് ചെയ്തിട്ട് ഇന്ന കോഴ്സ് സെലക്ട് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അത് ആ കുട്ടിയും പാരൻസും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് എസ്പെഷ്യലി ആ കുട്ടി തന്നെ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.